നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും തലപൊക്കി പാകിസ്ഥാൻ. ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ സ്വന്തം ആയുധങ്ങൾ നവീകരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. യുഎസിൽ വരെ എത്താൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അടക്കമാണ് പാകിസ്ഥാൻ രഹസ്യമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് യുഎസ് രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 5500 കിലോമീറ്ററിനപ്പുറത്ത് ആക്രമണം നടത്താൻ കഴിയുന്ന മിസൈലുകളെയാണ് ഭൂഖണ്ഡാന്തര മിസൈലുകൾ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലെ തിരിച്ചടിക്ക് പിന്നാലെയാണ് പാകിസ്ഥാൻ ഈ നീക്കം. പാകിസ്ഥാൻ ഇത്തരമൊരു മിസൈൽ സ്വന്തമാക്കിയാൽ യുഎസ് ആ രാജ്യത്തെ ആണവ എതിരാളിയായി പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. യുഎസിലേക്കോ യുഎസ് ഭരണത്തിന് കീഴിലുള്ള മറ്റ് ഭൂപ്രദേശങ്ങളിലേക്കോ ആണവാക്രമണം നടത്താൻ ശേഷിയാർജിക്കുന്ന രാജ്യങ്ങളെയാണ് ആണവ എതിരാളികളായി യുഎസ് പൊതുവെ കണക്കാക്കുക. നിലവിൽ റഷ്യ, ചൈന, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളാണ് യുഎസിന്റെ ആണവ എതിരാളികൾ. ഭാരതത്തെ നേരിടാൻ വേണ്ടി മാത്രമാണ് ആണവായുധ നയം എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഹ്രസ്വദൂര, മധ്യദൂര മിസൈലുകളാണ് പാകിസ്ഥാൻ കൂടുതലായി ഉപയോഗിക്കുന്നത്. നിലവിൽ പാകിസ്ഥാന് ഭൂഖണ്ഡാന്തര മിസൈലുകളില്ല. പാകിസ്ഥാൻ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കുന്നതിനെ യുഎസും ആശങ്കയോടെയാണ് കാണുന്നത്. ഇതിനെതിരെ കഴിഞ്ഞ വർഷം യുഎസ് ഉപരോധം കൊണ്ടുവന്നിരുന്നു. ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഏതൊരു രാഷ്ട്രത്തെയും അമേരിക്കയുടെ സാധ്യതയുള്ള ഭീഷണിയോ എതിരാളിയോ ആയി കണക്കാക്കുകയാണെങ്കിൽ അവരെ ആണവ എതിരാളിയായാണ് കാണുന്നത്. നിലവിൽ റഷ്യ, ചൈന, ഉത്തര കൊറിയ എന്നിവരെ അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളായി കണക്കാക്കപ്പെടുന്നു. പാകിസ്ഥാൻ ഒരു ICBM സ്വന്തമാക്കിയാൽ ആ രാജ്യത്തെ ഒരു ആണവ എതിരാളിയായി കണക്കാക്കുകയല്ലാതെ വാഷിംഗ്ടണിന് മറ്റു മാർഗമില്ല. അമേരിക്കയെ ലക്ഷ്യം വെക്കാൻ കഴിയുന്ന ICBMകളുള്ള മറ്റൊരു രാജ്യത്തെയും സുഹൃത്തായി കണക്കാക്കില്ലെന്നാണ് യുഎസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് പറയുന്നത്. ഇന്ത്യയെ തടയുന്നതിലാണ് തങ്ങളുടെ ആണവ പദ്ധതി കർശനമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നാണ് പാകിസ്ഥാൻ എപ്പോഴും അവകാശപ്പെട്ടിട്ടുള്ളത്. റഷ്യ ഇടത്തരം മിസൈലുകൾ വികസിപ്പിക്കുന്നതിനാലാണ് അവരുടെ നയം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആണവ, പരമ്പരാഗത പോർമുനകൾ എന്നിവ ഘടിപ്പിക്കാൻ കഴിയുന്ന ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ 5500 കിലോമീറ്റർ കൂടുതൽ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ പ്രാപ്തമാണ്. നിലവിൽ പാകിസ്ഥാന്റെ കൈവശം ICBMകളില്ല. 2022 പാകിസ്ഥാൻ ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് വിക്ഷേപിക്കാവുന്ന ഇടത്തരം ബാലിസ്റ്റിക് മിസൈൽ ഷഹീൻ 3 പരീക്ഷിച്ചിരുന്നു. ഇതിന് 2700 കിലോമീറ്ററിലധികം ദൂരത്തിലുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയും. ഇത് നിരവധി ഇന്ത്യൻ നഗരങ്ങളെ അതിന്റെ പരിധിയിൽ കൊണ്ടുവന്നു. ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിക്കുന്നതിലൂടെ ഒരു പ്രതിരോധ ആക്രമണം ഉണ്ടായാൽ തങ്ങളുടെ ആണവായുധ ശേഖരം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിൽ നിന്നും യുഎസിനെ പിന്തിരിപ്പിക്കാനും ഇരു അയൽ രാജ്യങ്ങളും വീണ്ടും ഏറ്റുമുട്ടിയാൽ ഇന്ത്യക്ക് വേണ്ടി ഇടപെടുന്നത് തടയാനും പാകിസ്ഥാൻ ശ്രമിച്ചേക്കാം. ഈ വിഷയത്തെ അമേരിക്ക ആശങ്കയോടെയാണ് കാണുന്നത്. കഴിഞ്ഞ വർഷം പാകിസ്ഥാന്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാഷിംഗ്ടൺ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. മിസൈൽ പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രതിരോധ ഏജൻസിയായ നാഷണൽ ഡെവലപ്മെന്റ് കോംപ്ലക്സിനും മറ്റു 3 സ്ഥാപനങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തി. ഈ സ്ഥാപനങ്ങളുടെ എല്ലാ യുഎസ് സ്വത്തുക്കളും മരവിപ്പിക്കുകയും അമേരിക്കൻ സ്ഥാപനങ്ങളെ അവരുമായി ബിസിനസ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തു. പാകിസ്ഥാൻ ഈ നീക്കത്തെ പക്ഷപാതപരമെന്ന് വിളിച്ചപ്പോൾ ഇസ്ലാമാബാദ് അതിന്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിനുള്ള ഘടകങ്ങൾ നേടാൻ ശ്രമിച്ചുവെന്ന് പറയുന്നുവെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അടിസ്ഥാനമാക്കിയായിരുന്നു യുഎസ് നടപടി. 170ഓളം ആണവ പോർമുനകൾ കൈവശമുള്ള പാകിസ്ഥാൻ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല. ആണവായുധങ്ങളുടെ വ്യാപനം തടയുന്നതിനും ആണവോർജത്തിന്റെ സമാധാനപരമായ ഉപയോഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ ഒരു നടപടി. ഏതായാലും ഇന്ത്യയും ഈ നീക്കങ്ങളെ വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇന്ത്യ നൽകിയിട്ടുണ്ട്. ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ദയയും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങൾ അടക്കം പറഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ ചൈനയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടന പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ അംഗരാജ്യവുമായ പാകിസ്ഥാനെ വിമർശിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്ത് വന്നിരിക്കുകയാണ്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ഇന്ത്യ വിമർശനം നടത്തുകയും മറ്റ് അംഗരാജ്യങ്ങളെ ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കുള്ള മറുപടിയാണെന്നും രാജ്നാഥ് സിംഗ് ചൈനയിൽ പറഞ്ഞു. അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾ തടയുന്നതിനും അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിനും വേണ്ടി മെയ് 7 ഇന്ത്യ ആരംഭിച്ച ആക്രമണ പരമ്പരയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാജ്നാഥ് സിംഗ് ഷാങ്ഹായിൽ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരതയെ ചില രാജ്യങ്ങൾ നയതന്ത്ര ഉപകരണമായി ഉപയോഗിക്കുകയും ഭീകരവാദികൾക്ക് അഭയം നൽകുകയും ചെയ്യുന്നുണ്ട്.
അത്തരം ഇരട്ടത്താപ്പുകൾക്ക് ഒരു സ്ഥാനവും ഉണ്ടാകരുത്. അത്തരം രാജ്യങ്ങളെ വിമർശിക്കാൻ എസിഒ മടിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരതയോട് ഒരു വിട്ടുവീഴ്ചയും കാണിക്കാതിരിക്കാൻ ഇന്ത്യ സ്വീകരിച്ച ഒട്ടേറെ നടപടികളെ കുറിച്ചും രാജ്നാഥ് സിംഗ് എടുത്തു പറഞ്ഞു. ഭീകരതയുടെ പ്രഭവ കേന്ദ്രങ്ങൾ ഇനി സുരക്ഷിതമല്ലെന്ന് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്നും അവരെ ലക്ഷ്യം വെക്കാൻ ഇനിയും മടിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുവാക്കൾക്കിടയിൽ ഭീകരവാദം വ്യാപിക്കുന്നത് തടയാൻ മുൻകൈയെടുക്കണം. ACCയുടെ RTS സംവിധാനം ഇക്കാര്യത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ACCO പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനായി ജൂൺ 27 വരെ ചൈനയിലെ കിങ് ദാവോയിലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉണ്ടാവുക. 2020 ഗൽവാൻ താഴ്വര സംഘർഷത്തിന് ശേഷം മോദി മന്ത്രിസഭയിലെ ഒരു മുതിർന്ന മന്ത്രിയുടെ ആദ്യ സന്ദർശനമാണിത്. യോഗം ആരംഭിക്കുന്നതിന് മുൻപ് ചൈനീസ്, പാക്, മറ്റു രാജ്യങ്ങളിലെ പ്രതിരോധ രംഗത്തെ ഉന്നതർക്കൊപ്പം രാജ്നാഥ് സിംഗ് ഗ്രൂപ്പ് ഫോട്ടോയ്ക്കും പോസ്റ്റ് ചെയ്തു.